നെയ്യാറ്റിൻകരയിൽ ലിഫ്റ്റിനുള്ളിൽ അമ്മയും മക്കളും കുടുങ്ങിയെന്നുള്ളൊരു വാർത്ത വരികയാണ്. നെയ്യാറ്റിൻകര നഗരസഭയുടെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന രാമചന്ദ്ര ടെക്സ്റ്റൈൽസിലാണ് ഈ സംഭവം ഉണ്ടായത്. മണലൂർ സ്വദേശി അശ്വതിയും മക്കളുമാണ് കുടുങ്ങിയത്. ഫയർഫോഴ്സ് എത്തിയാണ് ഇവരെ പുറത്തിറക്കിയത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഫയർഫോഴ്സ് എത്തി അവരെ പുറത്തേക്ക് ഇറക്കുകയാണ്. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് അമ്മയും മകളും കുടുങ്ങിയത്. ജിബിൻ JB വിവരങ്ങളുമായിട്ടുണ്ട്. ജിബിൻ, എപ്പോഴാണ്, എന്താണ് സംഭവിച്ചത്? എത്ര നേരം ഇവരിതിനകത്ത് പെട്ടുപോയി? എപ്പോഴാണ് ഫയർഫോഴ്സ് വന്നത്? എന്തെങ്കിലും കാലപ്പഴക്കമോ പ്രശ്നങ്ങളോ ഉള്ള ലിഫ്റ്റ് ആയിരുന്നോ? ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയാണ് നെയ്യാറ്റിൻകരയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. നെയ്യാറ്റിൻകര രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലാണ് അമ്മയും 2 മക്കളും വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും വാങ്ങുന്നതിന് വേണ്ടി എത്തിയത്. ഇതിനുശേഷം മുകളിലത്തെ നിലയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി തിരികെ താഴേക്ക് വരുന്ന വഴിയിലാണ് ഈ 2 നിലകളുടെയും ഇടയിലായി ഈ ലിഫ്റ്റ് കുടുങ്ങുന്നത്. പക്ഷേ ഇവർ ഈ ലിഫ്റ്റിൽ കുടുങ്ങിയ കാര്യം പുറത്തറിയാൻ കുറച്ച് വൈകിപ്പോയി. ഏകദേശം അരമണിക്കൂറോളം കഴിഞ്ഞാണ് ഈ ലിഫ്റ്റിൽ കുടുങ്ങിയ കാര്യമൊക്കെ ആ ഒരു വിവരം പുറത്തറിയുന്നത്. പിന്നീട് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് ഈ അമ്മയും കുഞ്ഞുങ്ങളെയും ഈ കുടുങ്ങിക്കിടന്ന ലിഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചത്. കാരണം ഈ 2 നിലകൾക്കിടയിൽ കുടുങ്ങിയത് കൊണ്ട് തന്നെ ഫയർഫോഴ്സിനും അത് വലിയൊരു ശ്രമകരമായ ദൗത്യമായിരുന്നു. കാരണം ഈ രണ്ട് ലിഫ്റ്റിൻ്റെയും ഇടയിൽ കുടുങ്ങിയതുകൊണ്ട് ആദ്യം മുകളിലത്തെ നിലയിൽ കയറുകയും അവിടെ നിന്ന് പൊളിച്ച് പിന്നീട് താഴേക്ക് വന്നാണ് ഈ കുട്ടികളെയും അമ്മയും പുറത്തേക്ക് എടുത്തത്. എന്തായാലും ഇത് നഗരസഭയുടെ ഈ നെയ്യാറ്റിൻകര നഗരസഭയുടെ കീഴിലുള്ള കെട്ടിടത്തിലാണ് ഈ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് പ്രവർത്തിച്ചുകൊണ്ട്. എന്തായാലും ഫയർഫോഴ്സിൻ്റെ വലിയൊരു ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ 3 പേരെയും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നിലവിൽ അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഈ ലിഫ്റ്റ് കംപ്ലൈൻറ്റ് ആവുകയാണെങ്കിലും അതിൻ്റെ അകത്ത് താൽക്കാലികമായിട്ടുള്ള അവർക്ക് ശ്വാസം കിട്ടുന്നതിനും കാറ്റൊക്കെ ലഭിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഈ ഇപ്പോഴത്തെ ലിഫ്റ്റുകളിലുണ്ട്. അതുകൊണ്ട് പുറത്തേക്ക് എത്തിച്ചെങ്കിൽ അവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് കൂടി അവർ കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ആ ഒരു ചെക്കപ്പ് കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത വരികയുള്ളൂ. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ്. നഗരസഭ ഇതുമായി സംബന്ധിച്ച് ഇതൊരു സാങ്കേതിക പ്രശ്നം ഉണ്ടാവുകയാണല്ലോ ഈ ലിഫ്റ്റിനെ സംബന്ധിച്ച്, എന്തെങ്കിലും പറയുന്നുണ്ടോ? നിലവിൽ അത്തരത്തിലൊരു പ്രതികരണം നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. കാരണം ഇന്ന് ഞായറാഴ്ച കൂടിയാണ്, അവധി ദിവസം കൂടിയാണ്. അവിടെ ഉദ്യോഗസ്ഥരുടെ ഒരു കുറവ് കൂടിയുണ്ട്. ഇന്ന് ഈ നഗരസഭ കഴിഞ്ഞ കുറച്ച് നാളുകളെ ഈ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഇനി അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലിഫ്റ്റിൻ്റെ മെയിൻ്റനൻസ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ചുമതല ആർക്കാണ്? ഇത് വാടകയ്ക്ക് എടുക്കുന്ന രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിനാണോ, അല്ല ഈ ഇതിൻ്റെ ഉടമസ്ഥത ഉള്ള നെയ്യാറ്റിൻകര നഗരസഭയ്ക്കാണോ ഇതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളും ഉള്ളത് എന്നുള്ളൊരു കാര്യം പറയേണ്ടതുണ്ട്. അതിൻ്റെ കൃത്യമായിട്ട് കാരണം എല്ലാ ദിവസവും ഈ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസൊക്കെ എന്ന് പറയുമ്പോൾ വളരെയധികം തിരക്കുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം തന്നെ പല തവണ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള മെയിൻ്റനൻസ് കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഇനി വിലയിരുത്തേണ്ടത്. അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഉടൻ ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിയത്.